ഈ ഉദ്യോഗസ്ഥർക്കിടയിലുള്ള ചില പ്രശ്നങ്ങൾ ഇപ്പോഴും ശക്തമായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ കാര്യമായി എടുക്കാതെ മന്ത്രിയും അങ്ങനെ നീളുകയാണ്. എന്നാൽ കൃത്യമായി തന്നെ മന്ത്രി ഇതെല്ലാം നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സത്യത്തിൽ ഈ മുഖാമുഖം വന്നിരിക്കുന്ന 2 ഉദ്യോഗസ്ഥരെയാണ് കാണാനിടയായത്. ട്രിബ്യൂണലിന്റെ ഒരു ഓർഡർ ഒരാളുടെ കയ്യിലും മറ്റൊരാളുടെ മന്ത്രിസഭ പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള മന്ത്രി പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള ഓർഡറും വെച്ചാണ് രണ്ടുപേരും മുഖാമുഖം ഇരുന്ന് അങ്ങനെ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ നിർണായകമായ ചില യോഗങ്ങൾ പോലും മുടങ്ങുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. സീറ്റിൽ നിന്ന് ഒരു അടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയാണെങ്കിൽ സംഗതി തീർന്നു എന്നുള്ള സ്ഥിതിക്ക് സീറ്റിൽ നിന്ന് ഒരടി പോലും മാറാതെ പ്രധാന ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഡയറക്ടർ ഡോക്ടർ മീനാക്ഷി ഇരിക്കുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ തൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന മുഖാമുഖം ഇരിക്കുന്ന റീന എഴുന്നേറ്റ് പോയാൽ മാത്രമേ താൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയുള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് ആ ഒരു കസേര ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെ ചാടിക്കയറി ഇരിക്കാനാണ് നീക്കമായി നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ വർക്കിംഗ് ഡേയിലും ഇത്തരത്തിൽ സംഭവ വികാസങ്ങളൊക്കെ തന്നെയാണ് അവിടെ അരങ്ങേറിയത്. മന്ത്രി വളരെ കടുത്ത തീരുമാനങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്തിന് മുഖ്യമന്ത്രി പറഞ്ഞാൽ പോലും കേൾക്കില്ല. ഇത് ഞാൻ നോക്കിക്കോളാം, എൻ്റെ ഭരണമാണല്ലോ, അല്ലെങ്കിൽ എൻ്റെ കീഴിൽ വരുന്ന വകുപ്പാണല്ലോ, ഞാൻ നോക്കിക്കോളാം എന്നൊരു മൈൻഡ് തന്നെയാണ് മന്ത്രിക്കുള്ളത്, കെ മുരളീധരനുള്ളത്. അതുകൊണ്ട് തന്നെ കെ മുരളീധരൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിട്ടുകൊടുക്കാനും തയ്യാറല്ല. നേരത്തെ അദ്ദേഹം വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു ഈ ഒരു വിഷയത്തിൽ. പ്രത്യേകിച്ചും കോടതിയുടെ നിലപാട് അദ്ദേഹത്തിനെതിരെ വന്നപ്പോൾ തൂക്കിക്കൊല്ലാൻ ഒരു കോടതി വിധിച്ചു കഴിഞ്ഞാൽ നമ്മളത് അതേപടി അംഗീകരിക്കുകയാണല്ലോ. മേൽക്കോടതിയിലേക്ക് പോയി അതിനുള്ള നീക്കങ്ങൾ നടത്തില്ലേ എന്നല്ലേ നമ്മൾ സാധാരണ ചെയ്യുക. അതുപോലെ ഞങ്ങളും ചെയ്യും എന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഏതായാലും ആരോഗ്യ ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ ആവശ്യപ്പെട്ട ഡോക്ടർ കെ.ജെ. റീന എത്തിയെങ്കിലും ചുമതല ഏറ്റെടുക്കാൻ ഡോക്ടർ വി. മീനാക്ഷി തയ്യാറായില്ല. റീനയ്ക്ക് അനുകൂലമായി കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും ഇത് സംഭവിക്കുകയാണ്. ട്രിബ്യൂണൽ ഉത്തരവ് 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തതിനെ തുടർന്ന് ഡോക്ടർ റീന താൻ ഡയറക്ടറായി തുടരുമെന്ന് വാദിച്ചപ്പോൾ ആരോഗ്യ വകുപ്പിന്റെ ഔദ്യോഗിക ഉത്തരവ് കൂടാതെ താൻ എങ്ങനെ മാറുമെന്ന് ഡോക്ടർ മീനാക്ഷിയും ചോദിക്കുന്നു. സ്റ്റേ ഉത്തരവിനെതിരെ ആരോഗ്യ വകുപ്പ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുമുണ്ട്. കൂടാതെ ഡോക്ടർ റീനയുടെ നടപടി ചട്ടവിരുദ്ധമാണ് എന്ന് സർക്കാരിന് നിയമോപദേശവും ലഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഡോക്ടർ മീനാക്ഷി ജൂൺ ജൂലൈ മാസങ്ങളിൽ അത്യാവശ്യത്തിനല്ലാതെ അവധി നൽകില്ലെന്ന് വ്യക്തമാക്കി ആരോഗ്യവകുപ്പ് ജീവനക്കാർക്കായി ഒരു സർക്കുലർ പുറത്തിറക്കിയിട്ടുമുണ്ട്. ആരോഗ്യ ഡയറക്ടർ സ്ഥാനത്ത് തുടരാൻ ആവശ്യപ്പെട്ട് ഡോക്ടർ കെ.ജെ. റീന എത്തിയെങ്കിലും ചുമതല ഏറ്റെടുക്കാൻ ഡോക്ടർ വി. മീനാക്ഷി തയ്യാറാകാത്ത സാഹചര്യമാണുള്ളത്. എന്തായാലും ഈ ഒരു സംഭവ വികാസങ്ങൾ നടക്കുന്നതിനിടയിൽ ആണ് മീനാക്ഷി സർക്കുലർ ഇറക്കി ഞെട്ടിക്കുന്നത്. പ്രധാനമായും ആ സർക്കുലറിൽ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് ഈ ജൂൺ ജൂലൈ മാസങ്ങൾ പ്രത്യേകിച്ചും നിലവിലെ സാഹചര്യത്തിൽ ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ നിരവധി രോഗങ്ങൾ പിടിപെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ലീവുകൾക്ക് മാത്രമേ ആപ്ലിക്കേഷൻ നൽകുകയുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു അനുമതി നൽകുകയുള്ളൂ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. മുഖാമുഖം വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് രണ്ടുപേരും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ മുഖാമുഖം ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നു ഒരടി പിന്നോട്ട് പോകാൻ ആരും തയ്യാറല്ല എന്നാണ് വ്യക്തമാകുന്നത്. വനിതകൾ അടക്കമുള്ള പോലീസ് സംഘം ഡയറക്ടറുടെ ഓഫീസിലും പുറത്തും തുടരുന്നുണ്ട്. ഉച്ചയോടെ ഡോക്ടർ റീന മടങ്ങിപ്പോയ ഡോക്ടർ റീനയെ എറണാകുളം റീജിയണൽ ലബോറട്ടറി ഡയറക്ടറായി സ്ഥലം മാറ്റിയ ഉത്തരവ് വ്യാഴാഴ്ചയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ 2 ആഴ്ചത്തേക്ക് സ്റ്റേ ചെയ്തത്. സ്റ്റേ ഉത്തരവ് ഉള്ളതിനാൽ തന്നെ ഡയറക്ടർക്കായി തുടരാമെന്നാണ് ഡോക്ടർ റീനയുടെ വാദം. ആരോഗ്യ വകുപ്പിന്റെ ഉത്തരവ് വരാതെ താൻ എങ്ങനെ മാറുമെന്നാണ് ഡോക്ടർ മീനാക്ഷിയുടെ ചോദ്യം. സ്റ്റേ ഉത്തരവിനെതിരെ ആരോഗ്യ വകുപ്പ് നൽകിയ അപ്പീല് നാളെയാണ് ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഒരുപക്ഷെ ഇന്നോ നാളെയോ പരിഗണിച്ചേക്കും. ഡോക്ടർ റീന ഡയറക്ടറുടെ ചുമതലയേൽക്കാൻ ഓഫീസിലെത്തുന്നത് ചട്ടവിരുദ്ധമാണെന്നും സർക്കാരിന് നിയമോപദേശം ലഭിച്ചിട്ടുണ്ട്. ട്രിബ്യൂണലിന്റെ സ്റ്റേ ഉൾപ്പെടെ ഏത് ഉത്തരവ് ലഭിച്ചാലും അത് നടപ്പാക്കി ബന്ധപ്പെട്ട സർക്കാർ വകുപ്പാണ് ഉത്തരവ് ഇറക്കേണ്ടത്. സ്റ്റേ നടപ്പാക്കാൻ വകുപ്പ് തയ്യാറായില്ലെങ്കിൽ ഡോക്ടർ റീനയ്ക്ക് ട്രിബ്യൂണലിൽ കോടതിയലക്ഷ്യ ഹർജിയും നൽകാം. ഓഫീസിലെത്തിയത് കോടതി വിധി അനുസരിച്ചാണ്. ഡോക്ടർ കെ.ജെ. റീന കോടതി വിധി അനുസരിച്ചാണ് ഓഫീസിലെത്തിയതെന്നും മാറി നിൽക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടാൽ അംഗീകരിക്കുമെന്നുമാണ് ഡോക്ടർ കെ.ജെ. റീന പറയുന്നത്. ഏത് സീറ്റിലിരുന്നും ജോലി ചെയ്യാം, പെൻഡിംഗ് ഫയലുകൾ തീർക്കുകയാണ് ലക്ഷ്യം. നിപ പരിശോധനാ ഫലം മറച്ചുവെച്ചെന്ന മന്ത്രി കെ മുരളീധരന്റെ ആരോപണം ഡോക്ടർ റീന തള്ളിക്കളഞ്ഞു. വൈകിട്ട് 6:25 വാട്സാപ്പിലൂടെ നിപ പോസിറ്റീവ് ഫലം അറിഞ്ഞത്. ഉടൻ മന്ത്രിയെ വിളിച്ചു പറഞ്ഞു. രോഗി അഡ്മിറ്റ് ആയതും സാമ്പിൾ എടുത്തതും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. അതിനാൽ ഫലത്തിന്റെ കാര്യത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കും തുല്യ ഉത്തരവാദിത്തമുണ്ട്. സിസ്റ്റത്തിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. വിവരം കിട്ടിയിട്ടും താൻ അത് മറച്ചുവെച്ചു എന്നത് സത്യമല്ല. ഡോക്ടർ റീന വ്യക്തമാക്കിയ കാര്യമാണ്. റീനയുടെ വെളിപ്പെടുത്തലുകളെ കുറിച്ചും ചോദിച്ചപ്പോൾ റൂട്ടൊക്കെ ക്ലിയർ ആയില്ലേ എന്നായിരുന്നു മന്ത്രി കെ മുരളീധരന്റെ പ്രതികരണം. നിപ്പയെക്കുറിച്ചുള്ള വാർത്താ സമ്മേളനത്തിൽ തനിക്കൊപ്പം ഡോക്ടർ റീനയും ഉണ്ടായിരുന്നു. അപ്പോഴും അവൻ തന്നോട് ലാബ് റിപ്പോർട്ടിനെ കുറിച്ചും പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.
വ്യക്തമാക്കി. അവധി അത്യാവശ്യത്തിന് മാത്രം സർക്കുലർ ഇറക്കിയതാണ് ഡോക്ടർ മീനാക്ഷി. ആരോഗ്യവകുപ്പ് ജീവനക്കാർക്ക് ജൂൺ ജൂലൈ മാസങ്ങളിൽ അത്യാവശ്യ ഘട്ടങ്ങളിലല്ലാതെ അവധി അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കി ആരോഗ്യ ഡയറക്ടർ ചുമതല വഹിക്കുന്ന ഡോക്ടർ വി മീനാക്ഷി സർക്കുലർ ഇറക്കി. OP സമയത്ത് ഡോക്ടർമാരും ജീവനക്കാരും കൃത്യമായി തന്നെ ജോലിക്ക് ഹാജരാകുന്നുണ്ടെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഉറപ്പാക്കണം. സൂപ്രണ്ട്, മെഡിക്കൽ ഓഫീസർ എന്നിവർ അവധി എടുക്കുമ്പോൾ CMOമാരെയും DMOമാരെയും അവധി എടുക്കുമ്പോൾ ആരോഗ്യ ഡയറക്ടറെയും മുൻകൂട്ടി അറിയിക്കണം എന്നുള്ള സർക്കുലറാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നം നടക്കുന്നത് കൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പിൽ ഒരു തരത്തിലുമുള്ള കോട്ടം സംഭവിക്കില്ല, അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിൽ ഇത്തരത്തിൽ ചില പ്രശ്ന സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തെറ്റായ പ്രചരണമാണ് എന്ന് മുരളീധരനും വ്യക്തമാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും മുരളീധരൻ തൽക്കാലം ആരും പറയുന്നത് കേൾക്കാൻ തയ്യാറായിട്ടില്ല. എന്താണോ തീരുമാനമെടുത്തത് ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ തന്നെയാണ്. അതിന് മുഖ്യമന്ത്രി പറഞ്ഞാലും ശരി, മറ്റാരെങ്കിലും പറഞ്ഞാലും ശരി, ഒരു അടുകിട വ്യത്യാസമില്ലാതെ അതിൻ്റെ നീതിയുടെ വക്കിൽ തന്നെയാണ് പോകുന്നത്. മാത്രമല്ല, സിസ്റ്റത്തെ അംഗീകരിക്കാത്ത അല്ലെങ്കിൽ സർക്കാരിനെ അംഗീകരിക്കാത്ത ഒരു ഉദ്യോഗസ്ഥനും ആ കസേരയിൽ ഇരിക്കേണ്ട എന്നുള്ള കൃത്യമായ നിലപാട് തന്നെയാണ് വരുന്നത്. അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടക്കേടുണ്ടെങ്കിൽ നേരിട്ട് പറയാം, അല്ലാതെ മാധ്യമങ്ങളിൽ കിടന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തരത്തിലുമുള്ള അത്തരം നടപടികൾ വെച്ച് പൊറിപ്പിക്കാൻ കഴിയില്ല എന്നൊരു സ്റ്റാൻഡാണ് എടുത്തിട്ടുള്ളത്. എന്തായാലും മുരളീധരന്റെ ഒരു അഭിപ്രായം നമുക്കൊന്ന് കേൾക്കാം. ഇതുവരെ അപകടകാരിയല്ല ഈ നിമിഷം വരെ. പിന്നെ രോഗിക്ക് അദ്ദേഹം വളരെ അവശനായിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ആകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു പോരാട്ടമാണ് ഇവിടെ ഡോക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഇത്രയും ഭംഗിയായി നീങ്ങുന്ന സ്ഥിതിക്ക് പിന്നെ ചില കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇവിടെ സൂചിപ്പിച്ചത്. അത് ജില്ലാ കളക്ടർ, ഞാൻ 5:30 മണിക്കാണ് 11-ാം തീയതി പത്രസമ്മേളനം നടത്തുന്നത്. 5:30 മണിക്ക് ഞാൻ പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ നിപ പോസിറ്റീവായിട്ടുള്ള വിവരം, ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ നടത്തിയ എല്ലാ ടെസ്റ്റുകളിലും ഇത് പോസിറ്റീവാണ്. പക്ഷേ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസൾട്ട് ഇതുവരെ എൻ്റെ കയ്യിൽ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ പത്രസമ്മേളനത്തിൽ പറയുന്നത് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല. ഒരു മന്ത്രി എങ്ങനെ റിസൾട്ട് കിട്ടാതെ പറയാം? പക്ഷേ കോഴിക്കോട്ടെ പത്രക്കാർക്കറിയാം. ഞാൻ പിന്നീടാണ് അറിഞ്ഞത് 1 മണിക്ക് റിസൾട്ട് വന്നുവെന്നും അത് അന്നത്തെ DHS അറിഞ്ഞിരുന്നുവെന്നും എന്നോടൊപ്പം അന്ന് പങ്കെടുത്ത DHS ഈ വിവരം എന്നെ അറിയിച്ചിട്ടില്ല. ഇപ്പോൾ ചിലർ പറയുന്നുണ്ടല്ലോ ഡയറക്ടർ മാറ്റി ശരിയായില്ല. ഇത് കേട്ടാൽ തോന്നും കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് DHSനെ വെച്ചൊക്കെ ഞങ്ങളോട് ചോദിച്ചിട്ടാണ്. അങ്ങനെ കീഴ്വഴക്കമുണ്ടോ കേട്ടോ? അപ്പോൾ അവധി മാത്രമല്ല, അവധിയുടെ കേസല്ല, അവധി ഞങ്ങൾ പരിഗണിച്ചിട്ടേ ഇല്ല. അതൊരു തെറ്റായിട്ടുള്ള രീതിയിൽ വന്നപ്പോൾ ഞങ്ങൾ തിരുത്തി. അവധി ആർക്കും അപേക്ഷിക്കുക, അസുഖം വരുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള വിവരങ്ങൾ മറച്ചു വയ്ക്കുക. ഇതേ DHS ആണ് എന്നെ 6 മണിക്ക് വിളിച്ച് പറയുന്നത്, 6:30 മണിക്ക് വിളിച്ച് പറയുന്നത് റിസൾട്ട് വന്നു പോസിറ്റീവായി. കളക്ടർ എന്ത് വിചാരിച്ചു? ഒഫീഷ്യൽ വിവരം കിട്ടുമ്പോൾ മന്ത്രി അറിയിക്കുന്നല്ലേ കളക്ടർ വിചാരിക്കുക. അല്ലാതെ അവർ മനഃപൂർവ്വം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല.